Ladies and gentlemen, my dear Marvel fans, my dear Spider-Man fans, സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന് പറഞ്ഞ സിനിമ ഇന്ന് ദേ ദുബായ് മോളിൽ പോയി അവിടുത്തെ ഡോൾബി സിനിമാസിൽ പോയി കണ്ടിരിക്കുകയാണ്. ഡോൾബി സിനിമാസ് നമ്മുടെ ഇന്ത്യയിലുണ്ടെങ്കിൽ അവിടെ നിന്ന് കാണാൻ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും. ബിക്കോസ് ഫുൾ യാതൊരു രീതിയിലുള്ള ബ്ലാക്ക് ബാർസും ഇല്ലാതെ ഫുൾ ആ ഒരു ഫ്ലാറ്റ് ഫോർമാറ്റിൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഈ സിനിമ ഐമാക്സിലൊന്നും ഇറങ്ങത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒഡീസി ആയിട്ടുള്ളൊരു ക്ലാഷ് വന്നതുകൊണ്ട് മാർവലിൻ്റെ ഇതായിക്കോട്ടെ, അടുത്ത വർഷം ഇനിയിപ്പോൾ ഈ വർഷം ഇറങ്ങാൻ പോകുന്ന സീക്രട്ട് വാർ ഒരു ഡൂംസ് ഡേ ആയിക്കോട്ടെ, ഇതൊന്നും നമുക്ക് ഐമാക്സിൽ കിട്ടില്ല. സോ ഞാൻ ഇന്നലെ സത്യം പറഞ്ഞാൽ ഉറങ്ങിയില്ല. ഞാൻ അത്രയ്ക്കും എക്സൈറ്റ്മെൻറ്റില്ല. വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ ഇന്നലെ വോക്സിൽ സിനിമയുടെ പ്രിവ്യൂ ഉണ്ടായിരുന്നു ഇന്നലെ 8 മണിക്ക്. ഞാൻ അത് പോയില്ല. എനിക്ക് ഡോൾബി സിനിമാസിൽ തന്നെ കാണണമെന്ന് വെച്ചിട്ട് ഞാൻ അതിൽ തന്നെ പോയി കണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻ എക്സ് ഉണ്ടെങ്കിൽ അതിൽ കാണുന്നതും അത്യാവശ്യം നല്ല. ദുബായിലുള്ളവർ ഡെഫിനറ്റ്ലി റീൽ സിനിമാസിൽ ഡോൾബി സിനിമാസ് അല്ലെങ്കിൽ സ്ക്രീൻ എക്സിൽ ഇത് കാണാൻ നോക്കുക. സ്ക്രീൻ എക്സിന് വേണ്ടിയിട്ടും കുറച്ചൊക്കെ അവർ ആ സ്ക്രീൻ എക്സിൻ്റെ ആൾക്കാർ ഈ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തുണ്ടായിരുന്നു. അവർ ഈ പറയുന്ന 360 ഇത് ക്യാപ്ചർ ചെയ്തിട്ടൊക്കെയാണ് അത് ചെയ്തേക്കുന്നത്. മാൻ, സിനിമ കിട്ടില്ലോ പടം, കിട്ടില്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് സ്പൈഡർമാൻ. നമ്മൾ എന്താ പറയുക, ഇപ്പോൾ കഴിഞ്ഞ 3 പടങ്ങളിലും നമ്മൾ കാണുന്ന ഒരു പയ്യൻ, ഹീസ് ട്രൈങ് ടു ഫിഗർ ഔട്ട് ഹിസ് പവേഴ്സ്. അവനും അവൻ്റെ കൂട്ടുകാർ, അവൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, അവൻ എല്ലായിടത്തും അടിപൊളി എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു സ്പൈഡർമാൻ അല്ലേ. വെൻ ഇറ്റ് കംസ് ടു ബ്രാൻഡ് ന്യൂ ഡേ യു ക്യാൻ ആക്ച്വലി ഫീൽ ദറ്റ് ഹീ ഈസ്, അതായത് ഹീ അക്സെപ്റ്റഡ് ഹിംസെൽഫ് ആസ് സ്പൈഡർമാൻ. തുടക്കം തൊട്ട് തന്നെ നമ്മൾ ഹുക്ഡ് ആവും. There are fight sequences which is mind blowing. There are emotional sequences which will make you cry because ഞാൻ ഇൻ ഡെപ്റ്റ് ആയിട്ടൊന്നും സംസാരിക്കുന്നില്ല. ബിക്കോസ് ഐ വോണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് ദിസ് ഇസ് എ സ്പോയിലർ ഫ്രീ ടെറിട്ടറി. I love the dynamic between Frank, Punisher and Spider-Man. This thing, എപ്പിക് ഷോ ഡൗൺ. നിങ്ങൾക്ക് ഞാൻ മാർവൽ കോമിക്സ് വായിക്കുന്നവർക്ക് ദിസ് വാസ് എ ഡ്രീം ആൻഡ് ഐ വിറ്റ്നസ് ദാറ്റ് ആൻഡ് ഐ വാസ് ലൈക്ക് സോ ഹാപ്പി. ആ സീൻ നിങ്ങൾ എൻജോയ് ചെയ്യുക തിയേറ്ററിൽ പോയി തന്നെ. അതേപോലെ തന്നെ കുറച്ചൊക്കെ ഗെയിമിൻ്റെ കുറേ സാധനങ്ങൾ ഈ സിനിമയിലോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് സ്പൈഡർമാൻ ഗെയിം കളിക്കുന്നവർക്കൊക്കെ ഒരുപാട് നൊസ്റ്റാൾജിയ ഫാക്ടർ ഇതിൽ വരുന്നുണ്ട്. കഥയുടെ ഏകദേശം കുറച്ച് സാധനങ്ങളൊക്കെ അവരെടുത്തിട്ടുണ്ട്. ദെൻ ഇതിൻ്റെ വില്ലനെയൊന്നും പറ്റി ഞാൻ പറയുന്നില്ല. എഗെയിൻ യു ഗൈസ് ക്യാൻ എൻജോയ്. എനിക്ക് തോന്നുന്നത് ഒന്നും കൂടി ഇരുത്തി ആ ഒരു ട്രെയിലർ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരായിരിക്കുമെന്ന്. ബട്ട് എഗെയിൻ നിങ്ങൾ പോയി കാണുക, എൻജോയ് ചെയ്യുക. ഭയങ്കര രസമായിട്ടാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. എസ്പെഷ്യലി ദ ഇമോഷണൽ തിങ്സ്. ഓരോ സീനുകളും നമ്മളെ അയ്യോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ, അതാണ് പറഞ്ഞത്, നമ്മൾ അത്ര ഗംഭീരമായിട്ടുള്ള ഒരു ക്യാരക്ടറൈസേഷൻ ഇങ്ങനത്തെ ഒരു സ്പൈഡർമാൻ ഞാൻ കണ്ടിട്ടില്ല. അത് മാർവലിന് തന്നെ പ്രൈസ് ചെയ്യണം. കഴിഞ്ഞ 3 പടങ്ങൾ, പീറ്റർ പാർക്കർ എന്ന് പറയുന്ന വ്യക്തി, അവൻ്റെ ഫാമിലി, അവൻ്റെ ഫ്രണ്ട്സ്, അവരുടെ തമ്മിലുള്ള ബോണ്ടിങ്, അവൻ അവഞ്ചേഴ്സിൻ്റെ ഒറ്റ വരുന്നുള്ള എക്സൈറ്റ്മെൻറ്റ്, ഇതെല്ലാം നമുക്ക് കാണിച്ചു തന്നിട്ട് വെൻ ഇറ്റ് കംസ് ടു ദിസ് മൂവി, ഓർ മേ ബി ഐ തിങ്ക് ദിസ് ഇസ് ഗോയിങ് ടു ബി എ 3 മൂവി, അനദർ 3 മൂവി എന്നാണ് എൻ്റെ ഒരു ബലമായ സംശയം. ബിക്കോസ് സ്പൈഡർമാൻ വിൽ റിട്ടേൺ സൂൺ. എല്ലാവരും ഒന്ന് മറ്റേ എൻ ക്രെഡിറ്റ്സ് കഴിഞ്ഞിട്ട് ഒന്ന് ഇരിക്കണേ. ഞെട്ടും, പക്ഷേ ഭയങ്കര സംഭവമല്ല, ബട്ട് ഞെട്ടും. അതേപോലെ അമിതമായിട്ടുള്ള എക്സ്പെക്റ്റേഷനൊന്നും നിങ്ങൾ വെക്കരുത്. ഞാൻ പറയില്ല, ഇത് പക്കയായിട്ടും ഈ പേര് പറയുന്ന പോലെ ദിസ് ഇസ് എ സ്പൈഡർമാൻ മൂവി. അപ്പോൾ അത് മാത്രം തലയിൽ വെച്ചിട്ട് പോവുക. അല്ലാതെ വേറെ യാതൊരു രീതിയിലുള്ള സ്പെക്കുലേഷൻസും കാര്യങ്ങളൊന്നും വെച്ച് ഈ സിനിമയെ അപ്രോച്ച് ചെയ്യരുത്. സീ ഇറ്റ് ഫോർ ദ പ്യുവർ സ്പൈഡർമാൻ മാഡ്നസ് ആൻഡ് യു വിൽ ലവ് ദിസ് മൂവി. ഡെസ്റ്റിൻ ഡാനിയൽ ക്രീറ്റോൺ എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഐ തിങ്ക് ഇയാൾ തന്നെയാണ് മറ്റേ ഷാങ് ചി എടുത്തേക്കുന്നത് ഇങ്ങേരാണെന്ന് തോന്നി. യെസ്, ഷാങ് ചി പുള്ളിയാണ് ഡയറക്റ്റ് ചെയ്തത്. അതിനുശേഷം പുള്ളി ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ ഇതാണ്. മ്യൂസിക് ആയിക്കോട്ടെ എല്ലാം കിട്ടില്ല എന്ന് എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയത്. യൂഷ്വലി സോണിയുടെ പടത്തിൽ അവർ സോണിയുടെ ഫോണെ യൂസ് ചെയ്യാൻ സമ്മതിപ്പിക്കുള്ളൂ. ഇതിലവർ സാംസങ് ആണ് യൂസ് ചെയ്തത്. അതെന്ത് പറ്റിയെന്ന് മനസ്സിലായില്ല. യൂഷ്വലി ഇങ്ങനെയല്ല, എല്ലാ സോണി പടത്തിലും സോണിയുടെ ഫോണായിരിക്കും. എന്ത് പറ്റിപ്പോയി എന്താ എനിക്ക് അറിഞ്ഞൂടാ. അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ല, സെൻഡായ ഉണ്ട്, ടോം ഹോളണ്ട് ഉണ്ട്,
ഞാൻ ബാക്കിയുള്ളവരെയൊന്നും പറയും, മാർക്ക് റഫല്ലോ ഒക്കെ ഉണ്ട് ഈ പടത്തിൽ. സെൻഡായ ആൻഡ് ടോം ഹോളണ്ട് ആ ഒരു കെമിസ്ട്രി ആയിക്കോട്ടെ. ദർ ആർ സീൻസ് വിച്ച് ഇസ് ഗോണ മേക്ക് യു ക്രൈ ആൻഡ് ഇറ്റ്സ് എ പാക്ഡ് പടം. അതായത് എവ്രിതിങ്, ഇമോഷൻസ്, ഡ്രാമ, ഫൈറ്റ്. ഫൈറ്റൊക്കെ കിടില. ഞാൻ ഗെയിം കളിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ സ്പൈഡർമാൻ PS5 ഫാൻസ് ആണെങ്കിൽ ഉണ്ടല്ലോ മറ്റേ ഗെയിം, യു ആർ ഗോണ ഹാവ് എ ബ്ലാസ്റ്റ് വിത്ത് ദിസ് പടം. ഫൈറ്റ് കോറിയോഗ്രാഫി എപ്പിക്കാണ്. അതേപോലെ തന്നെ ഈ നമ്മുടെ ഈ വെബിട്ട് പറക്കണ പരിപാടി കീടു. ഞാൻ പറഞ്ഞു, ഐ വാസ് സോ ഹാപ്പി ദാറ്റ് ഫൈനലി. എപ്പോഴും സ്പൈഡർമാൻ വേണ്ടി വരുവാണ് അവിടെ ഒരു മാർവലിൻ്റെ നല്ല പടം ഇറക്കാനായിട്ട്. ഒന്നാമത്തെ കാര്യം, ദിസ് ഹോൾ മൾട്ടിവേഴ്സ് പരിപാടി ഡിൻ ഹാവ് ദ വർക്കായില്ലത്. ഞാൻ പറഞ്ഞു ഇതേപോലെ ക്യാരക്ടറൈസേഷൻ ചെയ്ത്, ഞാൻ പറഞ്ഞു നിങ്ങൾ യു ഗിവ് എസ് വൺ ക്യാരക്ടർ ആൻഡ് ആ ക്യാരക്ടറിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു ഒരു സിംഗോ ഒന്നും വേണ്ട. അതായത് മറ്റേ പടം കണ്ടാലേ ഈ പടം അങ്ങനെയൊന്നും തരാതെ ഒരു ക്യാരക്ടറിനെ എടുക്കുക, അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് അതിലോട്ട് ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നാലും മതി. ഞാൻ പറയും ഒരു വലിയ ബാഡിയെ ഫൈറ്റ് ചെയ്യണം എന്നില്ല. ഞാൻ പറയും മേ ബി ഡൂംസ് ഡേയും സീക്രട്ട് വാർസിന് ശേഷം അവന്മാർ ഐ തിങ്ക് ദേ ആർ ഗോണ ഡു എ റീസെറ്റ് ബട്ടൺ. മേ ബി ദാറ്റ് അങ്ങനെ അതിൻ്റെ ടൈമായി മാർവലിന്. ബട്ട് ദിസ് മൂവി വാസ് സംതിങ് എൽസ്. ഇറ്റ് വാസ് സോ ഗുഡ്. I was so happy that I could finally see a good superhero movie. And Spider-Man എന്ന് പറയുന്നത്, ഞാൻ പറയും you could see the human side of Spider-Man here. You could see അതേപോലെ സ്യൂട്ട് അത് 3, അതായത് ടോബി മഗ്വയറിൻ്റെയും നമ്മുടെ ആൻഡ്രൂ ഗാർഫീൽഡിൻ്റെയൊക്കെ സ്പൈഡർമാൻ സ്യൂട്ടിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു മിക്സ് ഓഫ് പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതേപോലെ തന്നെ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വൈ വി ലവ് സ്പൈഡർമാൻ, അല്ലെങ്കിൽ വൈ ഈസ് സ്പൈഡർമാൻ ദ മോസ്റ്റ് ലവ്ഡ് സൂപ്പർ ഹീറോ ഓഫ് ഓൾ ടൈം. അത് സ്പൈഡർമാൻ്റെ രീതി ഉണ്ടല്ലോ, നമ്മൾ പറയുന്നത് ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ. വൈ വി ലവ് ഹിം, എവ്രിബഡി ലവ് സ്പൈഡർമാൻ. മനസ്സിലായില്ലേ? അത് എന്തുകൊണ്ടാണെന്നുള്ളതിനുള്ളൊരു ക്ലാരിറ്റിയൊക്കെ തരുന്ന ഒരു ഗംഭീര സിനിമയായിട്ടാണ് എനിക്ക് പടം ഫീൽ ചെയ്തത്. ആൻഡ് ഐ വാസ് സോ ഹാപ്പി. ഐ വാസ് സോ ഡാം ഹാപ്പി ബിക്കോസ് ലൈക്ക് ഐ സെഡ്, എൻ്റെ മാർവലിൽ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഹൂ ഇസ് ദ ബെസ്റ്റ് മാർവൽ ഫേവറേറ്റ് സൂപ്പർ ഹീറോ, സ്പൈഡർമാൻ. ഞാൻ പറയും ടോബി മഗ്വയറിൻ്റെ ആ ഒരു സ്പൈഡർമാൻ തൊട്ട് കണ്ട് ഞാൻ പറയും അതിനുശേഷം കോമിക് ബുക്കുകൾ വായിച്ച് സ്പൈഡർമാൻ്റെ കോമിക് ബുക്ക് കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റിയാണ്. വൈ ദിസ് പേഴ്സൺ, വൈ ദിസ് സൂപ്പർ ഹീറോസ് ഡാം പോസിറ്റീവ് എന്നാൽ നമുക്ക് ഫീൽ ചെയ്യുന്ന സാധനം ഈ പടം കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ഈ സാധനമായാലും നമുക്ക് ബാക്കിയുള്ള 3 പടത്തിൽ മിസ് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ആസ് എ സ്പൈഡർമാൻ ഫാൻ. ബട്ട് ഇറ്റ് മേക്ക് ജസ്റ്റിസ് ടു ഓൾ ദോസ് 3 മൂവീസ്. വൈ ദോസ് 3 മൂവീസ് ആൻഡ് വൈ ദിസ് മൂവി? ത്രൂ ഔട്ട് ദ പടം സ്പൈഡർമാൻ ഉണ്ട്. ഹാർഡ്ലി ദർ ഇസ് എ സീൻ വെർ ഹീസ് നോട്ട് ദെയർ. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. കിടിലം പടം. എന്തൊരു, ഞാൻ പറയുന്നത് ടോം ഹോളണ്ട് ഈ ഒരു ലെവലിൽ വന്ന് നിൽക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഹീ ഈസ് ഡെഫിനറ്റ്ലി വൺ ഓഫ് ദ ബെസ്റ്റ് സ്പൈഡർമാൻ. അത് ഒന്നും പറയാനില്ല. അതാണ് പറയുക, ആ ഒരു ലെവലിൽ ഈ പടം അവർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അടുത്തത് ഒരു സാധനം ഹിൻഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ പോയി സിനിമ കണ്ട് എൻജോയ് ചെയ്യുക. ഐ ജസ്റ്റ് വാണ്ട് ടു വാച്ച് ദിസ് മൂവി അഗെയിൻ ഓൺ സ്ക്രീനെക്സ്. പറ്റുമെങ്കിൽ ദുബായ് മോളിൽ തന്നെ സ്ക്രീനെക്സിലും കൂടെ ഞാൻ എന്തായാലും കാണും. ഐ തിങ്ക് ഐ വിൽ സീ 3 പ്രാവശ്യം കാണാനുള്ള ഇതുണ്ട്. ലവ് ദ മൂവി. വേറൊന്നും ഞാൻ മിസ് ചെയ്തിട്ടില്ല. എൻജോയ് ദ പടം. ഒരു ട്രൂ സ്പൈഡർമാൻ ഫാനാണെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ എൻജോയ് ദിസ് മൂവി ത്രൂ ഔട്ട്. ഒന്നും കൂടെ എടുത്ത് പറയുന്നു, അമിതമായിട്ടുള്ള ഭയങ്കരമായിട്ട് കണ്ടവന്മാരൊക്കെ എഴുതിയ പോസ്റ്റൊക്കെ വായിച്ചോ അല്ലെങ്കിൽ മാക്സിമം സ്പോയിലർ ടെറിട്ടറിയിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കുക. എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാമും സ്നാപ്ചാറ്റും എക്സും തുറക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളടുത്ത് വളരെ റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഇപ്പം തന്നെ ഓരോരുത്തന്മാർ സ്പോയിലർ ഇട്ട് തുടങ്ങി. പിന്നെ ഈ സിനിമയിൽ ഇവിടെയും നമ്മുടെ നാട്ടിലും ഒരു കിസ്സിങ് സീൻ കട്ട് ചെയ്തിട്ടുണ്ട്. വളരെ മോശമായി പോയി. അത് വളരെ മോശം. ഒരു 8 സെക്കൻഡ് വരുന്നൊരു കിസ്സിങ് സീൻ, അത് വളരെ മോശമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ബിക്കോസ് ആ കഥയിൽ അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്.
നമ്മളെ നാട്ടിൽ കണ്ട ഊളത്തരമൊക്കെ നീയൊക്കെ മറ്റേ കൂതറ മറ്റേ ഹിന്ദി പടങ്ങളിലും ബാക്കിയുള്ളതിലൊക്കെ കിസ്സിങ് സീനൊന്നും ഒരു കുഴപ്പമില്ലാതെ കട്ട് ചെയ്യാൻ എന്താണ് നാട്ടിൽ ഈ സാധനം ഈ കിസ്സിങ് സീനിൽ എന്താണ് പ്രശ്നമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സൂപ്പർമാനിലും ഇത് തന്നെയാണ് അവസ്ഥ. നമ്മളിവിടെ ദുബായിൽ പറയാം, ഇവിടെ പറ്റൂല, അത് അവർ കട്ട് ചെയ്യും. ബിക്കോസ് അണ്ടർ PG-13 ഒക്കെയാണ് ഈ പടം. ഒരുപാട് കുട്ടികൾ വരുന്നതുകൊണ്ട് അവർ അത് കട്ട് ചെയ്യും. അത് ഈ രാജ്യം അങ്ങനെയാണ്. നമ്മളെ നാട്ടിൽ എന്തിനാ ഈ പ്രശ്നം? അതെനിക്ക് മനസ്സിലായി. ആ സീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എന്തിനാണെങ്കിലും ഞാൻ പറയില്ല, അത് കട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അതിനെ നമുക്കൊന്നും താഴ്ന്നൊന്നും പോകില്ല. ബട്ട് എന്നാൽ പോലും ആ ഒരു 8 സെക്കൻഡ് മേക്ക് സെൻസ്. അത് നിങ്ങൾ പടം കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. വളരെ മോശമാണ് നമ്മുടെ നാട്ടിലെ സെൻസർ ബോർഡ്. എന്തിനാണ് അവന്മാർ അവിടെ ഇരിക്കണേന്ന് എനിക്ക് അറിഞ്ഞത്. അത് നിങ്ങൾക്കെന്താ പ്രശ്നമുണ്ട്? എന്നിട്ട് നീയൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പടങ്ങളിലൊക്കെ ഞാൻ വല്ലതും എനിക്ക് ഈ സാധനം കിട്ടിയേട്ടാ, ഈ ഒരു ബാഡ്ജും ഇതും സ്ക്രീനിങ്ങിൻ്റെ അടിപൊളി. ഞാൻ സൂപ്പർ പടം, സൂപ്പർ പടം.